ആരാണ് നമ്മുടെ മാതാപിതാക്കൾ? ആരാണ് നമ്മുടെ അച്ഛനമ്മ? ഇന്ന് തിരിച്ചറിയാതെ പോകുന്ന ലോകം. അവിടെയും മതം നിങ്ങൾ നോക്കിയ മനുസ്മൃതിയിൽ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. ദൈവതുല്യം സ്നേഹിക്കണം എന്നാണ്. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ദൈവത്തെ. കാരണം സ്നേഹനിധിയായ മാതാവിനെ തന്നത് ദൈവമാണ്, സ്നേഹനിധിയായ പിതാവിനെ തന്നത് ദൈവമാണ്. അവിടെ ഇസ്ലാം പറയുന്നത് വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽവാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ഖുർആൻ 17-ാം അധ്യായം 23-ാമത്തെ വചനം. അച്ഛനമ്മമാർ ശരിക്കും കേൾക്കണം. നിങ്ങളോടാണ് ദൈവം തമ്പുരാൻ സംസാരിക്കുന്നത്. എന്താ? ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഒന്ന്. രണ്ട്, അച്ഛനും അമ്മയും വാർദ്ധക്യത്തിലെത്തിയാൽ ശേ എന്നൊരു വാക്ക് പോലും അവരോട് പറയരുത്. നിന്റെ മാതാവിനോട്, നിന്റെ പിതാവിനോട് ശേ എന്ന വാക്ക്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, തള്ളപ്പച്ചി കോഴിക്കുഞ്ഞുങ്ങൾക്ക് കഴുകനിൽ നിന്ന് ചിറക് താഴ്ത്തി കൊടുക്കുന്ന പോലെ മാതാപിതാക്കൾക്ക് മക്കളെ നിങ്ങൾ ചിറക് താഴ്ത്തി കൊടുക്കണം എന്നാ പറയും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കളോട് നല്ല വാക്ക് പറയും. തന്തേ തള്ളേ ശേ എന്ന വാക്ക് പോയിട്ട് മാതാവിന് തൃപ്തിയില്ലാത്ത അരവാക്ക് ഒരു മകൻ പറയരുത്. പ്രവാചകനോട് ഒരു അനുചരൻ വന്നിട്ട് ചോദിച്ചു, പ്രവാചക, ഞാൻ ഏറ്റവും കൂടുതൽ കടമപ്പെട്ടത് ആരോടാണ്? പ്രവാചകൻ പറഞ്ഞു, നിന്റെ മാതാവിനോട്. സുമ്മൻ, പിന്നെ ആരോടാ? അപ്പോഴും പ്രവാചകൻ പറഞ്ഞു, അമ്മയോട്. സുമ്മൻ, പിന്നെ ആരോടാ? അപ്പോഴും പറഞ്ഞു, അമ്മയോട്. സുമ്മൻ, പിന്നെ ആരോടാ? അബൂക്ക, നിന്റെ പിതാവിനോട്. നോക്കണം നിങ്ങൾ. അതിന്റെ അർത്ഥം എന്താണ്? സ്വർണ്ണ മെഡൽ അമ്മക്ക്, വെള്ളി മെഡൽ അമ്മക്ക്, വെങ്കലം അമ്മക്ക്, പ്രോത്സാഹനം മാത്രം അച്ഛൻ. മാതാവിന്റെ സ്ഥാനമാണ് മതം, മാതാവിന്റെ സ്ഥാനം. ആ മാതാവിനെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്തു കട്ടപ്പനയിൽ. ഈ സാമൂഹ്യ തീർന്നത ക്ഷേത്ര ഉത്സവങ്ങളിലൊക്കെ അതാ ഉണ്ടാവുന്നത്. ഞാനൊരു അപേക്ഷ പറയുന്നു. ഇവിടെ എല്ലാ മതത്തിന്റെ ആളുകളുണ്ട്. ഞാൻ ഉൾക്കൊള്ളുന്ന മതത്തിന്റെ ഞാനാ പറയേണ്ടത് അവരോട്. ഞാൻ സ്വാമിജിയോടും വളരെ വേദനയോടെ, അതുപോലെ ഫാദറിനോട് ഞാൻ പറയും, നമ്മുടെ ക്ഷേത്ര, ചർച്ച്, പള്ളി ഉത്സവങ്ങളിൽ കുറെ തോരണങ്ങൾ ഉണ്ടാവും, വെടിക്കെട്ടുകൾ ഉണ്ടാവും, കുറെ സംഗീതം ഉണ്ടാവും. പക്ഷേ ആ ക്ഷേത്രം 50 കൊല്ലം ഉത്സവം നടത്തിയാലും ആ നാട്ടിലെ കള്ളു കുടിച്ചോണ്ടിരുന്ന കള്ളുകുടി നിർത്തൂല, പെണ്ണ് പിടിച്ചോണ്ടിരുന്ന പെണ്ണുപിടി നിർത്തൂല, തിന്മ ചെയ്തോ തിന്മ നിർത്തുന്നില്ല. പക്ഷെ ഉത്സവങ്ങൾ നടക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ കമ്മിറ്റിക്കാരോട് തീർച്ചയായും തട്ടി ചോദിക്കുകയാണ്. നമ്മുടെ മക്കൾ നന്നാകലാണ് ഉത്സവമെങ്കിൽ, നമ്മുടെ മക്കൾ നന്നാവലാണ് നമ്മുടെ കർമ്മമെങ്കിൽ എനിക്ക് വേദനയുണ്ട്. ഒരു ഉത്സവവും കഴിഞ്ഞിട്ട് ഒരു കുട്ടിയും ഞാൻ എന്റെ അമ്മയോട് മോശമായി പെരുമാറി ഞാൻ അത് നിർത്തും എന്ന് പറയുക. ഞാനിവിടെ അറവുകാട് ക്ഷേത്രത്തിൽ പ്രസംഗിച്ചപ്പോൾ ഒരു പയ്യൻ എന്റെ പിന്നാലെ കൂടി അങ്ങ് എന്റെ സഹായിക്കണം, ഞാൻ എന്റെ അമ്മയോട് വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്, എനിക്ക് എങ്ങനെ അമ്മയോട് മാപ്പ് പറയണമെന്നറിയില്ല. ഇങ്ങനെ മനുഷ്യരെ മാറ്റലാവണം നമ്മുടെ പ്രബോധനത്തിന്റെയും ഉത്സവങ്ങളുടെയും. അതിൽ വളരെ പ്രധാനമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അമ്മയുടെ സ്ഥാനം. ഏറ്റവും കൂടുതൽ വൃദ്ധസദനമുള്ളത് നമ്മുടെ തിരുവനന്തപുരത്താണ്. ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് തിരുവനന്തപുരത്താണ്. ഏറ്റവും കുറവ് വൃദ്ധസദനമുള്ളത് മലപ്പുറത്താണ്. എന്താ കാരണം എന്നറിയോ? വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളുടെ ബന്ധം അപാരമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും കുറവ് വൃദ്ധസദനം അവിടെയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അച്ഛനെ അമ്മയെ അനാദരിക്കരുത്, വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ചേർക്കരുത്. ഞാൻ 7 മക്കളിൽ ഒരുവനാണ്. എനിക്ക് 5 പെൺകുട്ടികളാണ്. 5 പെൺകുട്ടികളെ എനിക്കുള്ളത്. എന്റെ ബീജത്തിൽ പറഞ്ഞ 5 മക്കൾ, 5 പെൺകുട്ടികൾ. പെണ്ണിന്റെ വില ഒരിക്കലും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. പിതാ രക്ഷിതി കൗമാരെ, ഭർത്തരാരക്ഷിതി യൗവനെ, പുത്രോ രക്ഷിതി വാർദ്ധക്യേ, രക്ഷന്തിസ്തവരേ പുത്ര നസ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. അച്ഛന്റെ കരവലയത്തിൽ, സ്നേഹത്തിൽ, കരുണയിൽ, ആർദ്രതയിൽ വളരുന്ന മകൾ അവളുടെ മാറിടം പിച്ചു ചീന്തി, അവളെ ബലാത്സംഗം ചെയ്തു. അവളുടെ വേദനകൾ, അവരുടെ കണ്ണീരുകൾ, സൗമ്യയുടെ കണ്ണീരുകൾ, ജ്യോതിമോളുടെ കണ്ണീരുകൾ, എന്റെ അനുജത്തിമാരുടെ കണ്ണീരുകൾ വീണ് ഈ ആർഷഭാരതത്തിന്റെ മാരിഷാദ എന്ന് പറഞ്ഞ ആ മഹാനുഭാവൻ എവിടെ? വാൽമീകി എവിടെ? വാൽമീകിയുടെ രാമൻ എവിടെ? അയോധ്യ എവിടെ? ഈ സംസ്കാരം എവിടെ? അതൊക്കെ നമുക്ക് തകർന്നു പോയി. ആരാ അതിന്റെ കാരണക്കാർ? അത് ആലോചിക്കണം. പ്രവാചക തിരുമേനി ഒരിക്കൽ ഒരാള് യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രവാചകന്റെ സന്നിധിയിൽ വന്നു. പ്രവാചകൻ ചോദിച്ചു, ആരാ വീട്ടിലുള്ളത്? വയോവൃദ്ധയായ കണ്ണ് കാണാത്ത എന്റെ ഉമ്മ എന്ന് പറഞ്ഞു. പ്രവാചകൻ പറയുകയാണ്, നീ പോരാടി യുദ്ധം ചെയ്ത് ദൈവത്തിന്റെ പ്രീതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ജിഹാദ് സ്വന്തം അമ്മയെ സംരക്ഷിക്കലാണ്. അവിടെ ചെന്ന് അമ്മയെ സംരക്ഷിക്കലാകുന്നു ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ കൊല്ലലല്ല, അമ്മയെ സംരക്ഷിക്കലാണ് ജിഹാദ്. 3 പെൺകുട്ടി ഉണ്ടായ ഒരാൾ 3 പെൺകുട്ടിയെ നന്നായി പഠിപ്പിച്ചാൽ അയാൾ ജിഹാദിലാണ്. സ്വന്തം ശരീരത്തിലെ ഇച്ഛകൾ, വൃത്തികേടുകൾ അത് നിയന്ത്രിക്കുന്നവനാണ് ജിഹാദ് ചെയ്യുന്നവൻ എന്നാ പ്രവാചകൻ പറഞ്ഞു. അതുകൊണ്ട് വൃദ്ധസദനങ്ങൾ ഉണ്ടാകരുത്. എനിക്ക് നിങ്ങളോട് വിനീതമായ ഒരു കാര്യം പറയാനുണ്ട്. ഭ്രൂണഹത്യ ചെയ്യരുത്.
ഭ്രൂണഹത്യ ചെയ്യരുത്. വിശുദ്ധ ഖുർആൻ 6 സ്ഥലങ്ങളിൽ പറഞ്ഞു ഭ്രൂണഹത്യ ചെയ്യരുത്. ഏതെങ്കിലും സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനത് പെണ്ണാണെങ്കിൽ കൊല്ലരുത്. നിങ്ങൾ എന്റെ നമ്പറിൽ ബന്ധപ്പെട്ട് പ്രസവിക്കുന്നവരെയുള്ള ചെലവ് ഞാൻ വഹിച്ചോളും. ആ കുഞ്ഞിനെ എനിക്ക് തന്നാ മതി. കൊല്ലരുത്. ഒരു കാരണവശാലും ഒരു മനുഷ്യ കുഞ്ഞിനെ കൊല്ലരുത്. ഒരമ്മ 10 മാസം നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞിനെ എവിടെയോ ഇട്ടേച്ചു പോകുന്നത് ശരിയല്ല. ഒരമ്മയും ചെയ്യരുത്. ഒരമ്മയും ഒരു പുരുഷനും അതിന് കൂട്ടുനിൽക്കരുത്. അമ്മ എന്ന മഹാസൗഭാഗ്യം, കുഞ്ഞെന്ന മഹാസൗഭാഗ്യം അത് തിരിച്ചറിയാത്തവരാ നമ്മള്. അതുകൊണ്ട് ഒരിക്കലും ഭ്രൂണഹത്യ ഒരു കുട്ടിയെ ഗർഭപാത്രത്തിൽ വെച്ച് കശാപ്പ് ചെയ്യുമ്പോ ആ കുഞ്ഞ് കരയുന്നാണ്, എന്നെ കൊല്ലരുതേ. വൈദൽ മഊദത്ത് സുയിലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഖുർആനിലെ 81-ാം അധ്യായം 8-9 വചനങ്ങളാണ്. എന്തിനാണ് മോളെ നിന്നെ ആ കാബാലികന്മാർ ജീവനോടെ കുഴിച്ചു മുടിയത് എന്ന് അവിടെ ചോദിക്കും. അതുകൊണ്ട് പെണ്ണിന്റെ സ്ത്രീധനം വാങ്ങരുത്, പെണ്ണിന്റെ കണ്ണീര് വീഴരുത്, ഒരു പെണ്ണും വാഹനത്തിൽ പീഡിപ്പിക്കപ്പെടരുത്, ഒരൊറ്റ കയ്യനും ഒരു സൗമ്യമോളെയും കൊന്നൊടുക്കരുത്. അതിനെന്ത് വേണമെന്നറിയോ? അതിന് ഞാൻ 3ാമത് പറയുന്നത് ഇവിടെ ഉണ്ടാവണം. നേരെ ചൊവ്വേ നേരെ നിൽക്കാൻ അന്തസ്സും അഭിമാനവുമുള്ള സുഗതകുമാരി പറഞ്ഞൊരു വാക്കുണ്ട്, ഉയർന്ന ശിരസോടെ നിവർന്ന നട്ടലോടെ തെളിഞ്ഞ അഭിമാനത്തോടെ രാജ്യത്ത് സേവിക്കുന്ന ഒരു പൗരൻ ഉണ്ടാവണം. നിങ്ങൾക്കറിയോ, കരുനാഗപ്പള്ളിയും ചാലക്കുടിയും തമ്മിൽ 3% വ്യത്യാസത്തിലാ കഴിഞ്ഞ കള്ളുകുടി പങ്കിട്ടെടുത്ത്. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ മദ്യപാനികൾ ചാലിട്ട് കുടിക്കുന്ന സ്ഥലം, ഓവുചാലിട്ടിട്ട് നക്കി കുടിക്കാൻ, അങ്ങനത്തെ ഒരു ജനത ഇവിടെ വളർന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളി ഏറ്റവും പിറകിലാന്ന് വിചാരിക്കണ്ട, ആ ചാലക്കുടിയുടെ തൊട്ട് പിറകിൽ. പിന്നെ എവിടെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള പൊന്നാനി 84 മസ്ജിദ് ഉണ്ട് സ്വാമിജി. അവിടെ ഇന്ന് വരെ മദ്യപാനത്തിനെതിരെ ശബ്ദിക്കാൻ മര്യാദയ്ക്ക് എവിടെ ഉസ്താദുമാരുണ്ടായിട്ടില്ല. പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് വിഴുങ്ങുകയല്ലാതെ മനുഷ്യരുടെ മോചനം ലക്ഷ്യം വെച്ചവർ വളരെ കുറവാണ്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്ത് തോന്നിയാലും, എന്നെ എതിർക്കണമെന്നോ നിങ്ങൾ എതിർത്തോളൂ, എന്നെ ഉപദ്രവിക്കണമെന്നോ നിങ്ങൾക്ക് ഉപദ്രവിക്കാം. പക്ഷെ നമ്മുടെ അമ്മമാർ മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മകൻ കള്ളു കുടിച്ച് നടയിൽ കയറി വരുമ്പോ അമ്മ ഓടി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ ജന്തു വരുന്നുണ്ട്, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവൻ അന്തി ഉറങ്ങിയിട്ടല്ലാതെ എനിക്ക് അവിടെ ചെല്ലാൻ കഴിയില്ല. ആ അമ്മമാരുടെ കണ്ണീരിന് മുമ്പിൽ, ഭാര്യമാരുടെ കണ്ണീരിന് മുമ്പിൽ, മക്കളുടെ കണ്ണീരിന് മുമ്പിൽ സ്നേഹം നൽകേണ്ട കൈകൾ പ്രഹരിച്ച് കവിൾത്തടം പൊട്ടിച്ച മകളുടെ വേദനയുടെ മുമ്പിൽ മദ്യപിക്കരുത് എന്ന് എല്ലാ വേദവും പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പൂര ഉത്സവ ദിനങ്ങളിൽ എല്ലാ മതാഘോഷങ്ങളിലും ഏറ്റവും കൂടുതൽ വിളമ്പപ്പെടുന്നത് മദ്യമല്ലേ? ഏറ്റവും കൂടുതൽ വിളമ്പപ്പെടുന്നത് മയക്കുമരുന്നല്ലേ? നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞു 88 വയസ്സായിട്ടും ആരോഗ്യവാനായി ഞാൻ നിലനിൽക്കുന്നത് മദ്യമില്ല, മയക്കുമരുന്നില്ല, പുകവലിയില്ല. സാധിക്കുമോ? ഇസ്ലാം അതിശക്തമായി വിലക്കി. പ്രവാചകൻ മദ്യമുക്തമായ ഒരു രാജ്യം ഭരിച്ചു, വേശ്യാലയമില്ലാത്തൊരു രാജ്യം ഭരിച്ചു, കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാത്ത ഒരു ജനതയെ വളർത്തി. ഇവിടെ വളരെ പ്രധാനമാണിത്. അതുകൊണ്ട് മദ്യത്തിനെതിരെ ശബ്ദിക്കാൻ, അമ്മമാരുടെ കണ്ണീരിന് അറുതി വരുത്താൻ, വയോവൃദ്ധകളായി അങ്ങ് വൃദ്ധസദനത്തിൽ പോയി കരഞ്ഞ് ജീവിതം പാഴാക്കിയ അമ്മയ്ക്ക് വേണ്ടി ഞാനിവിടെ സമർപ്പിക്കട്ടെ മാതൃത്വത്തിന്റെ മഹനീയ സ്നേഹബന്ധങ്ങൾ. അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം.